നമസ്കാരം. ഈ അടുത്ത കാലത്ത് മീഡിയയിലൂടെയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ സാധ്യത അധികമാകുന്നു എന്നുള്ളത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദേജി. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ നമുക്ക് ക്യാൻസർ സാധ്യത ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന കാരണം ഇതാണോ? ഇത് മാത്രമല്ല, ഒരുപാടേറെ കാരണങ്ങളുണ്ട്. എന്നാൽ ഇതുകൊണ്ട് വരില്ല എന്നും പറയാൻ വയ്യ. അത് പറയാൻ കാരണം നമുക്ക് ജനറ്റിക് ആയിട്ട് പല കാരണങ്ങൾ കൊണ്ട് വരാം. ജീനിന് വരുന്ന മ്യൂട്ടേഷൻ കൊണ്ട് വരാം. അഫ്ലാടോക്സിൻ പൂപ്പല് പോലുള്ള രീതിയിൽ നമ്മുടെ ബ്രെഡിനും പാൽ ഒരുപാട് നാൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സോയാബീനൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, നട്ട്സ് പൾസസ് ഒക്കെ തന്നെ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന പൂപ്പല്, ഇതിലൊക്കെ ഈ അഫ്ലാടോക്സിൻ പൂപ്പലുണ്ട്. ഇതൊക്കെ തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കരിഞ്ഞ അൽഫാം മാത്രമല്ല, ഏത് കാര്യമായാലും അതിനെ കരിച്ചെടുത്ത് കഴിക്കുന്നത്. കരിക്കുക എന്ന് പറയുമ്പോൾ മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളറിൽ വരുന്ന ആ ഒരു മസാല കഴിക്കാൻ പലർക്കും ഇഷ്ടമാണല്ലേ. ഇത് ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാനുള്ള കാരണം ഇതിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്തിൽ ഇതിൽ നൈട്രോസമീൻസ് എന്നുള്ള ഒരു പദാർത്ഥം ഫോം ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴും തന്നെ ഫ്രീ റാഡിക്കൽസിനെ കൂടുതൽ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഇത്തരം കാർസിനോജനിക് ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അതുപോലെ ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഒക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് മുരിച്ചെടുക്കുന്ന, കരിച്ചെടുക്കുന്ന സമയത്ത് ഹെട്രോസൈക്ലിക് അമൈൻ എന്നുള്ള ഈ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതുവഴി നമുക്ക് ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ക്യാൻസർ സെൽസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാടേറെ കാരണങ്ങളുണ്ട്. അതുപോലെ മദ്യപാനം, പുകവലി, ഇതൊക്കെ തന്നെ ഒരു മെയിൻ വില്ലനാണ് കേട്ടോ. പിന്നെ കൂടുതൽ ആളുകൾക്കും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളാണ്. എന്ത് കഴിക്കുമ്പോഴും അതിന് ഇത്ര കുക്കിംഗ് ടൈം എന്നുള്ളതും, എത്രത്തോളം ബോയിൽ ചെയ്യണം, എങ്ങനെ കഴിക്കണം, ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കണം എന്നുള്ള രീതിയുണ്ട്. ഇത് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസിന്റെ ലക്ഷണമാണെന്നോർത്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കും. 1-2 ദിവസമൊക്കെ അങ്ങനെ പോകും. പക്ഷെ ഇത് ദിവസങ്ങളോളം ഇത് നിസാരമാക്കി വിടുന്ന സമയത്ത് അത് പലപ്പോഴും കോളോൺ ക്യാൻസറിന്റെ ഒക്കെ കാരണമായിരിക്കാം. അതുകൊണ്ട് വേദനയില്ലാത്ത രീതിയിലുള്ള ബ്ലീഡിങ് കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് അതെന്തൊക്കെയാണെന്നല്ലേ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടവിഭവമായിട്ടുള്ള സോസേജ്, ഹോട്ട് ഡോഗ്, അല്ലെങ്കിൽ പിസയിലൊക്കെ ഉപയോഗിക്കുന്ന പെപ്പറോണി തുടങ്ങിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ്. ഇതൊക്കെ സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേടുകൂടാതിരിക്കാൻ ഒരുപാടേറെ കെമിക്കൽ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാർസിനോജനിക് ആയിട്ടുള്ളതായതുകൊണ്ട് അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്.